ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കീർത്തനങ്ങളുടെ എണ്ണം നമ്പർ കൊടുത്തിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് കാണുന്നത്. നമുക്കറിയാം 150 സങ്കീർത്തനങ്ങളാണുള്ളത്. അപ്പോൾ സങ്കീർത്തനങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നു. പക്ഷേ പല വിവർത്തനങ്ങളുണ്ടല്ലോ, ബൈബിളിൻ്റെ പല വിവർത്തനങ്ങളിൽ സങ്കീർത്തനങ്ങളുടെ എണ്ണത്തിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. 150 സങ്കീർത്തനങ്ങളാണെങ്കിലും ഹീബ്രു ബൈബിളും ഗ്രീക്ക് ബൈബിളും വുൾഗാത്ത തർജ്ജമകളും സുറിയാനി തർജ്ജമയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ 8ഉം അവസാനത്തെ 3 സങ്കീർത്തനങ്ങൾ മാത്രമേ ഓരോ ഈ 3 വിവർത്തനത്തിലും ഒരേ നമ്പറിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ആദ്യത്തെ 8 സങ്കീർത്തനങ്ങളും അവസാനത്തെ 3 സങ്കീർത്തനങ്ങളും മാത്രമേ എല്ലാ വിവർത്തനത്തിലും ഒരേ നമ്പറിൽ കാണപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള നമ്പറുകൾ കൊടുത്തിരിക്കുന്നത് ഈ 3 ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ, പിശീത്ത വ്യത്യാസമുണ്ട് നമ്പറുകൾക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. 8 വരെയുള്ളത് അവസാനത്തെ 3 വരെ പോണക്കാണെന്ന് ഞാൻ പറഞ്ഞു. 9ഉം 10ഉം ഹീബ്രു ബൈബിളിലെ 9ഉം 10ഉം സങ്കീർത്തനങ്ങൾ ഗ്രീക്ക്, ലാറ്റിൻ വിവർത്തനങ്ങളിൽ 9ാമത്തേതായിട്ടും പിശീത്ത ബൈബിളിൽ 9ഉം 10ഉമായിട്ട് തന്നെ കിടക്കുന്നു. 11 മുതൽ 113 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഹീബ്രു ബൈബിളിലേത്, ഗ്രീക്ക്, ലാറ്റിൻ വിവർത്തനങ്ങളിൽ 10, 112 ആയിട്ടും പിശീത്ത ബൈബിളിലും ഹീബ്രുവിലെ പോലെ തന്നെയും കിടക്കുന്നു. 114, 115 സങ്കീർത്തനങ്ങൾ ഹീബ്രുവിലേത്, ഗ്രീക്ക്, ലാറ്റിൻ സങ്കീർത്തനങ്ങളിൽ 113ഉം പിശീത്ത ബൈബിളിൽ 114 ആയിട്ടാണ് കിടക്കുക. ഹീബ്രു ബൈബിളിലെ 116 സങ്കീർത്തനം ഗ്രീക്ക്, ലാറ്റിൻ വിവർത്തനങ്ങളിൽ 114, 115 ആയിട്ട് കിടക്കുന്നു. പിശീത്ത ബൈബിളിൽ 115 ആയിട്ട് കിടക്കുന്നു. ഹീബ്രു ബൈബിളിലെ 117 മുതൽ 146 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഗ്രീക്ക്, ലാറ്റിൻ വിവർത്തനങ്ങളിൽ 116 മുതൽ 145 വരെയുള്ള സങ്കീർത്തനങ്ങളായിട്ടും പിശീത്ത ബൈബിളിലും അങ്ങനെ തന്നെയും കിടക്കുന്നു. ഹീബ്രു ബൈബിളിലെ 147 സങ്കീർത്തനം ഗ്രീക്ക്, ലാറ്റിൻ, പിശീത്ത ബൈബിളുകളിൽ 146, 147 എന്നാണ് നമ്പറിട്ടിരിക്കുന്നത്. അവസാനത്തെ 148 മുതൽ 150 വരെയുള്ളത് എല്ലാ വിവർത്തനങ്ങളിലും ഒരുപോലെയാണ്. അപ്പം ഇങ്ങനെ നമ്പറിലും അപ്പം നമ്മൾ പല വിവർത്തനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സങ്കീർത്തനങ്ങളുടെ എണ്ണത്തിൽ കുറച്ച് വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കിപ്പോൾ ഓർത്തിരിക്കാവുന്ന ഒരു കാര്യം, വിവർത്തനങ്ങളിൽ നമ്പറുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഇനി സങ്കീർത്തന ഗ്രന്ഥത്തെ 5 പുസ്തകങ്ങളായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. സങ്കീർത്തന ഗ്രന്ഥത്തെ പരമ്പരാഗതമായിട്ട് നോക്കുമ്പം 5 പുസ്തകങ്ങളായിട്ട്. അത് നമുക്ക് 1 മുതൽ 41 വരെ ഒരു പുസ്തകം, 1-ാം പുസ്തകം, 42 മുതൽ 72 വരെ 2-ാം പുസ്തകം, 73 മുതൽ 89 വരെ 3-ാം പുസ്തകം, 90 മുതൽ 106 വരെ 4-ാം പുസ്തകം, 107 മുതൽ 150 വരെ 5-ാം പുസ്തകം. അങ്ങനെ 5 പുസ്തകങ്ങൾ. അപ്പൊ അത് നമ്മൾ ഈ പുസ്തകത്തെ എങ്ങനെ വിഭജിച്ചു എന്ന് ചോദിച്ചാൽ, ഓരോ പുസ്തകത്തിന്റെ സമാപന വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നൊരു പ്രയോഗമുണ്ട്. ഓരോ പുസ്തകവും ഹ്രസ്വമായ സ്തുതിപ്പോടുകൂടി അവസാനിച്ചിരിക്കുന്നു. 150-ാം സങ്കീർത്തനം ദീർഘമായ സ്തുതിപ്പോടെ അവസാനിക്കുന്നു. ഇത്തരം സ്തുതിപ്പുകൾ യഹൂദ ആരാധനാക്രമത്തിന്റെ ഭാഗമായിരുന്നു. അപ്പം 5 പുസ്തകങ്ങളാണ് സങ്കീർത്തന ഗ്രന്ഥത്തെ മുഴുവൻ നമുക്ക് 5 പുസ്തകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു. ബുക്ക് 1 എന്ന് പറയുന്നത് 1:41, സങ്കീർത്തനം 1 മുതൽ 41 വരെ. ബുക്ക് 2 42 to 72, ബുക്ക് 3 73 to 89. ഈ 3 ബുക്കുകളിലും ഓരോ ബുക്കും അവസാനിക്കുന്നത് അമേൻ അമേൻ എന്ന പദങ്ങളോടെയാണ്. അമേൻ അമേൻ എന്നുള്ള ആ വാക്കുകളോടെയാണ്. 4 ബുക്ക് എന്ന് പറയുന്നത്, പുസ്തകം എന്ന് പറയുന്നത് 90 മുതൽ 106 വരെയുള്ള സങ്കീർത്തനങ്ങളാണ്. 5-ാം ബുക്ക് 107 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങളുമാണ്. അവിടെ ആമേൻ, കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന് നമ്മൾ കാണുന്നു. മോശ ഇസ്രായേലിന് കൊടുത്ത ഒരു 5 പുസ്തകങ്ങളുണ്ടല്ലോ, നമ്മൾ പറയുന്ന പേരെന്താ? പഞ്ചഗ്രന്ഥി. മോശ ഇസ്രായേലിന് കൊടുത്ത പഞ്ചഗ്രന്ഥിയാണെങ്കിൽ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ദാവീദാകട്ടെ സങ്കീർത്തനങ്ങളുടെ പഞ്ചഗ്രന്ഥി ഇസ്രായേലിന് നൽകി. മോശ ഇസ്രായേലിന് പഞ്ചഗ്രന്ഥി നൽകിയെങ്കിൽ ദാവീദ് സങ്കീർത്തനങ്ങളുടെ പഞ്ചഗ്രന്ഥി നൽകി. കൂടാതെ യഹൂദരുടെ പ്രധാനപ്പെട്ട 5 തിരുനാളുകളോടും ഈ വിഭജനത്തെ ബന്ധിപ്പിക്കാറുണ്ട്. 5 പുസ്തകങ്ങളാക്കി എന്ന് പറയുന്ന 5 തിരുനാളുകളോട് ബന്ധിപ്പിക്കുന്നു.
അതായത് പാസ് ഓവർ, പെസഹ, പിന്നെ ഫീസ്റ്റ് ഓഫ് വീക്സ് ഓഫ് പെൻറ്റക്കോസ്റ്റ്, ഫീസ്റ്റ് ഓഫ് വീക്സ് അല്ലെങ്കിൽ പെൻറ്റക്കോസ്റ്റ് രണ്ടാമത്തെ പുസ്തകത്തെ ബന്ധിക്കുന്നു. പിന്നെ ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾ, കൂടാര തിരുനാള്, പിന്നെ ഫീസ്റ്റ് ഓഫ് ന്യൂ ഇയർ, അടുത്തത് യോം കിപ്പൂർ അല്ലെങ്കിൽ ഡേ ഓഫ് അറ്റോൺമെന്റ്. ഈ 5 തിരുനാളുകളോട് ബന്ധിപ്പിച്ചും ഈ 5 പുസ്തകങ്ങളെ മനസ്സിലാക്കാറുണ്ട്. ഈ വിഭജനവും അനുകൂല പ്രതികൂലമായ വാദങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ തോറയ്ക്കുള്ള പ്രാധാന്യത്തെയും ആരാധനാ ജീവിതത്തോടുള്ള താല്പര്യത്തെയുമാണിത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. ഇനി സങ്കീർത്തനങ്ങളിൽ ദൈവനാമങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനമാക്കി സങ്കീർത്തന ഗ്രന്ഥത്തിന് 2 തരത്തിൽ തന്നെ വിഭജിക്കാൻ പറ്റും. ദൈവനാമത്തിന് കൊടുത്തിരിക്കുന്ന പേരുപയോഗിച്ച്, അതായത് സങ്കീർത്തനങ്ങളിൽ യാഹ്വേ അല്ലെങ്കിൽ എലോഹിം, യാഹ്വേ എന്ന് പറഞ്ഞാൽ കർത്താവ്, എലോഹിം ദൈവം എന്നീ ദൈവനാമങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അനുപാതം അടിസ്ഥാനമാക്കി സങ്കീർത്തന ഗ്രന്ഥത്തിന് യാഹ്വിസ്റ്റിക് സമാഹാരമെന്നും എലോഹിസ്റ്റിക് സമാഹാരമെന്നും ഒരു വിഭജനമുണ്ട്. ദൈവനാമം ഉപയോഗിക്കുന്ന ദൈവനാമത്തിന്റെ അടിസ്ഥാനത്തിലും. അപ്പം ഈ യാഹ്വിസ്റ്റിക് സമാഹാരം എന്ന് പറയുന്നത് 90 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങളാണ്. 90 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ഇത് യാഹ്വിസ്റ്റിക്, അതായത് കർത്താവ് എന്ന ദൈവനാമം ഉപയോഗിക്കുന്നു. ഇനി 42 മുതൽ 89 വരെയുള്ള സങ്കീർത്തനങ്ങൾ എലോഹിസ്റ്റിക് സമാഹാരം എന്നറിയപ്പെടാനുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ 2 പറഞ്ഞത്. യാഹ്വിസ്റ്റിക് സമാഹാരം 90 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങളും എലോഹിസ്റ്റിക് സമാഹാരം 42 മുതൽ 89 വരെയുള്ള സങ്കീർത്തനങ്ങളും. ഇനി സങ്കീർത്തനത്തിന്റെ ആമുഖവും ഉപസംഹാരവും. സങ്കീർത്തന ഗ്രന്ഥത്തിന്റെ ആമുഖം, അതിന്റെ ഉപസംഹാരം. ഈ മറ്റു ഗ്രന്ഥങ്ങളിലുള്ളതുപോലെ സങ്കീർത്തന പുസ്തകത്തിന് വ്യക്തമായൊരു ആമുഖമോ ഉപസംഹാരമോ ഇല്ല. എങ്കിൽ തന്നെയും 1-2 സങ്കീർത്തനങ്ങൾ സങ്കീർത്തന പുസ്തകത്തിന്റെ ആമുഖമായും 146 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ സങ്കീർത്തന പുസ്തകത്തിന്റെ ഉപസംഹാരമായും നമ്മൾ കാണുന്നുണ്ട്, എന്ന് ഗണിക്കുന്നുണ്ട്. 1-2 സങ്കീർത്തനങ്ങൾ സങ്കീർത്തന പുസ്തകത്തിന്റെ ആമുഖം, 146 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങള് സങ്കീർത്തന പുസ്തകത്തിന്റെ ഉപസംഹാരമായും ഗണിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 1-2 സങ്കീർത്തനങ്ങൾക്ക് തലക്കെട്ടില്ല. ഇതിനു മുമ്പ് നമ്മൾ ശീർഷകത്തെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഈ 2 സങ്കീർത്തനങ്ങൾക്ക് തലക്കെട്ടേ ഇല്ല. ആദ്യ സങ്കീർത്തനം നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് നിയമത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, അതായത് ഇപ്പോൾ തോറാ ഗീതമെന്നും. 2-ാമത്തെ സങ്കീർത്തനത്തിൽ അഭിഷിക്തനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് മെസ്സിയാനിക സങ്കീർത്തനം എന്നും അറിയപ്പെടുന്നു. അപ്പം 1-ാമത്തെ സങ്കീർത്തനം തോറാ ഗീതം, 2-ാമത്തെ മെസ്സിയാനിക സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 1-2 അധ്യായങ്ങളാണ് സങ്കീർത്തന പുസ്തകത്തിന്റെ ആമുഖം എന്ന് പറഞ്ഞാൽ തോറയും മിശിഹായും ആകുന്ന താക്കോൽ ഉപയോഗിച്ച് വേണം ഈ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുവാൻ എന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത്. തോറയും മിശിഹായും ആകുന്ന താക്കോൽ ഉപയോഗിച്ച് വേണം സങ്കീർത്തന ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുവാൻ. 1:1 പരിഹാസകരെ കുറിച്ച് സൂചനയുണ്ട്. 2:4 വിപ്ലവകാരികളെ പരിഹസിക്കുന്നു. ആര്? കർത്താവ് പരിഹസിക്കുന്നു. 1:6 2:12 ദുഷ്ടരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 1-ാം സങ്കീർത്തനവും 2-ാം സങ്കീർത്തനത്തിന്റെ ഒരു താരതമ്യ പഠനം ഇപ്പം പറയുന്നത്. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ നിയമത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. പഴയ നിയമം മുഴുവനും നിയമത്തോട് വിശ്വസ്ത പുലർത്തിയ ജനങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെയും നിയമങ്ങൾ അനുസരിക്കാതിരിക്കുന്ന ജനതയ്ക്ക് ലഭിച്ച ശിക്ഷയെയും വെളിപ്പെടുത്തുന്നു പഴയ നിയമത്തിൽ. അതിനാൽ തന്നെ നിയമത്തോട് വിശ്വസ്ത പാലിക്കുന്നത് അല്ലെങ്കിൽ നിയമം അനുസരിക്കുന്നത് ദൈവാനുഗ്രഹം സംലഭ്യമാകാനുള്ള ഉപാധിയായി അവർ കണ്ടിരുന്നു. അപ്പൊ ഈ 1-ാമത്തേതിനകത്ത് എന്താണ്? നിയമം അനുസരിക്കുന്നവൻ നല്ലവൻ, നിയമം അനുസരിക്കാത്തവൻ അവനെ കർത്താവ് പരിഹസിക്കുന്നു. അപ്പൊ ആമുഖമായിട്ട് നമ്മൾ പറയുന്ന 1-2 സങ്കീർത്തനങ്ങളെയാണ്. 1-ാമത്തേതിൽ നിയമത്തെക്കുറിച്ചും 2-ാമത്തേതിൽ മിശിഹായെക്കുറിച്ചും പറയുന്നുണ്ട്. തോറയും മിശിഹായും ഉപയോഗിച്ച് വേണം സങ്കീർത്തന ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുവാൻ. 146 മുതൽ 150 വരെയുള്ള ഗീതങ്ങളാകട്ടെ കർത്താവിനെ സ്തുതിക്കുന്നതാണ്. അതായത് നിയമത്തിൽ ആരംഭിച്ച് സ്തുതി കീർത്തനങ്ങളിൽ അവസാനിക്കുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം. നിയമത്തിൽ ആരംഭിച്ച് സ്തുതി കീർത്തനങ്ങളിൽ അവസാനിക്കുന്നതാണ് സങ്കീർത്തന ഗ്രന്ഥം.
ഇനി ആമുഖവും ഉപസംഹാരവും തമ്മിലും ബന്ധമുണ്ട്. നമ്മൾ കണ്ടു. ഒന്നാമത്തേന്റെ 1:6 ദുഷ്ടരെ കുറിച്ചും നീതിമാരെ കുറിച്ചും പറയുന്നു. 2:4 കർത്താവ് പരിഹസിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു. ആമുഖവും ഉപസംഹാരവും തമ്മിൽ അഭേദ്യമായി ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 146 5 വാക്യത്തിലെ ഭാഗ്യവാൻ, 8 വാക്യത്തിലെ നീതിമാൻ, 9 വാക്യത്തിലെ ദുഷ്ടരുടെ വഴി എന്നീ പ്രയോഗങ്ങൾ 1 സങ്കീർത്തനങ്ങളിൽ പ്രകടമാണ്. 146 സങ്കീർത്തനത്തിലെ 5, 8, 9 വാക്യങ്ങള് അതിനകത്ത് ഭാഗ്യവാൻ, നീതിമാൻ, ദുഷ്ടരുടെ വഴി ഇതൊക്കെ 1, 2 സങ്കീർത്തനങ്ങളിൽ നമ്മൾ കണ്ടല്ലോ. 1 സങ്കീർത്തനങ്ങളിൽ കണ്ടതാണ്. 147 15, 20 തോറ കേന്ദ്രീകൃതമാണ്. 147 സങ്കീർത്തനം ഇസ്രായേലിനെ കുറിച്ചുള്ള വിചാരമാണ്. 1 വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. വ്യക്തിയുടെ സമൂഹത്തിലേക്കുള്ള ക്രമപ്രവർത്തകമായ വളർച്ച സങ്കീർത്തന ഗ്രന്ഥത്തിന്റെ ക്രമീകരണത്തിലുണ്ടെന്നാണ് പണ്ടത്തെ അഭിപ്രായം. അപ്പോൾ ഈ ആമുഖവും ഉപസംഹാരവും, ആമുഖമായ 1, 2 സങ്കീർത്തനങ്ങളും ഉപസംഹാരമായ 146 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടാണ് ആശയങ്ങളിൽ ഇരിക്കുന്നത്. സങ്കീർത്തനത്തിന്റെ ഭാഷാശൈലിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം പലപ്പോഴായി നടന്നിട്ടുണ്ട്. സങ്കീർത്തനത്തിന്റെ ഭാഷാശൈലിയെക്കുറിച്ച് ഇതിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ജർമ്മൻ പണ്ഡിതനാണ് ഹെർമൻ ഗുങ്കൽ എന്ന് പറയുന്ന അദ്ദേഹം. സങ്കീർത്തനങ്ങളുടെ സാഹിത്യ ശൈലി വിശകലനം ചെയ്യുകയും ആഴമായി പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ജർമ്മൻ പണ്ഡിതനായ ഹെർമൻ ഗുങ്കൽ. ഹെർമൻ ഗുങ്കലിന്റെ അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തില് സങ്കീർത്തനങ്ങളെ പല ഗണങ്ങളായിട്ട് അദ്ദേഹം തിരിച്ചു. സാഹിത്യ രൂപങ്ങളെ അടിസ്ഥാനത്തില് 5 സാഹിത്യ രൂപങ്ങളാണ് പ്രധാനമായും സങ്കീർത്തനങ്ങൾക്കുള്ളതെന്ന് അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഒരു പരിണത ഫലമായി നമ്മൾ കണ്ടെത്താൻ സാധിക്കും. 5 സാഹിത്യ രൂപങ്ങൾ. 5 സാഹിത്യ രൂപങ്ങളിലാക്കി ഈ 150 സങ്കീർത്തനങ്ങളെയും ഈ ഹെർമൻ ഗുങ്കൽ എന്ന് പറയുന്ന ജർമ്മൻ പണ്ഡിതൻ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തേത് സ്തുതിപ്പുകളാണ്. സ്തുതിപ്പുകളുടെ ഒരു ഗണമുണ്ട് സങ്കീർത്തനങ്ങളിൽ. 8 സങ്കീർത്തനമാണ് ആദ്യത്തെ സ്തുതിപ്പ്. ഈ സ്തുതിപ്പുകൾക്ക് തന്നെ 3 ഉപവിഭാഗങ്ങളുണ്ട്. 1 സ്തുതിക്കാനുള്ള ആഹ്വാനം, 2 സിയോനെ കേന്ദ്രീകരിച്ചുള്ള ഗീതങ്ങൾ, 3 ദൈവഭരണ കീർത്തനങ്ങൾ. അപ്പം ഈ സ്തുതിപ്പിന്റെ ആ ഗണത്തില് സ്തുതിപ്പിന്റെ കീർത്തനങ്ങൾക്ക് തന്നെ 3 ഉപവിഭാഗങ്ങളുണ്ട്. സ്തുതിക്കാനുള്ള ആഹ്വാനം, സിയോനെ കേന്ദ്രീകരിച്ചുള്ള ഗീതങ്ങള്, പിന്നെ ദൈവഭരണ കീർത്തനങ്ങള്. കർത്താവ് വാഴുന്നു, ഭരിക്കുന്നു എന്നൊക്കെ പറയുന്ന കർത്തൃഭരണത്തെ സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ്. ഇതില് ഈ രണ്ടാമത്തെ കാര്യം സിയോനെ കേന്ദ്രീകരിച്ചുള്ള ഗീതങ്ങൾക്ക് ഉദാഹരണമാണ് 137 സങ്കീർത്തനം, 48 സങ്കീർത്തനം, 87 സങ്കീർത്തനം, 122, 84 തുടങ്ങിയ സങ്കീർത്തനങ്ങളൊക്കെ. അപ്പൊ ഒന്നാമത്തെ സാഹിത്യ ശൈലി അനുസരിച്ച് അല്ലെങ്കിൽ സാഹിത്യ ഗണം നോക്കുമ്പോൾ സ്തുതിപ്പുകളാണ്. അടുത്തത് വിലാപങ്ങളുടെ ഗണം ഉണ്ട്. സങ്കീർത്തനങ്ങളിൽ നമ്മൾ ചിലതെല്ലാം നോക്കുമ്പോൾ പലതും ഒരു 40% സങ്കീർത്തനങ്ങളും വിലാപങ്ങളുടെ ഗണത്തിൽപ്പെട്ടതാണ്. ഇതാണ് ഏറ്റവും വലിയ ഗണമെന്നും പറയാൻ പറ്റും. അതായത് 60 സങ്കീർത്തനങ്ങൾ, 40% എന്ന് പറയുമ്പം 60 സങ്കീർത്തനങ്ങൾ ഈ വിലാപങ്ങളുടെ ഗണത്തിലാണ്. അത് വ്യക്തിപരമായ വിലാപമുണ്ട്, സമൂഹപരമായ വിലാപമുണ്ട്. വ്യക്തിപരമായ വിലാപത്തിന് ചില കാരണങ്ങളുണ്ട്. അത് പാപം, രോഗം, മറ്റുള്ളവരിൽ നിന്നുള്ള ശത്രുത, ഈ പ്രമേയങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയായിരിക്കും വ്യക്തിപരമായ വിലാപങ്ങൾ വരുന്നത്. സമൂഹപരമായ വിലാപങ്ങളിൽ യുദ്ധം, ദേവാലയ നാശം, പ്രകൃതിക്ഷോഭ അല്ലെങ്കിൽ പകർച്ചവ്യാധി, ഇതൊക്കെ ഒരു സമൂഹപരമായ വിലാപങ്ങൾ. അപ്പം സാഹിത്യ ശൈലി അനുസരിച്ച് നോക്കുമ്പോൾ വിലാപങ്ങളിൽ 60 അല്ലെങ്കിൽ 40% സാഹിത്യ രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്നാമതായി കാണുന്ന സങ്കീർത്തന ഗണമാണ് റോയൽ സങ്കീർത്തനങ്ങൾ. എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ രാജാവിനെ കുറിച്ചുള്ള ഗീതങ്ങളാണ്. ഉദാഹരണമായിട്ട് 18 സങ്കീർത്തനം, 20 സങ്കീർത്തനം, 21, 45 ഈ സങ്കീർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ പറയുന്നത് അതിന്റെ ഹെഡിങ്ങില് രാജാവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും. 18 20 സങ്കീർത്തനം രാജാവിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, 18 വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രം, 45 രാജാവിന്റെ വിവാഹം,
അപ്പൊ റോയൽ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തെ തീം അനുസരിച്ചത് ഈ രീതിയിൽ ഇസ്രായേൽ രാജാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് റോയൽ സങ്കീർത്തനങ്ങൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4-ാമത്തെ ഗണം കൃതജ്ഞതാ കീർത്തനങ്ങളാണ്. സ്തുതിയുടെ സങ്കീർത്തനങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് പൊതുവായി പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ കൃതജ്ഞതാ കീർത്തനങ്ങളില് വ്യക്തിപരമായോ സമൂഹപരമായോ കർത്താവ് നേരിട്ടിടപെട്ട അവസരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അത് 2 തരത്തിലുണ്ട്. വ്യക്തിപരമാവാം, സമൂഹപരമാകാം. സ്വന്തം ഒരാൾക്ക് നേരിട്ട് ദൈവത്തിന്റെ ഇടപെടലുകൾ കിട്ടിയതിനെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തിപരമായ സങ്കീർത്തനങ്ങൾ ഉദാഹരണങ്ങൾ ആണ് 9-ാം സങ്കീർത്തനം, 10, 30, 32, 34 എന്നീ സങ്കീർത്തനങ്ങൾ കൃതജ്ഞതാ കീർത്തനങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ളതാണത്. 5-ാമത്തെ ഗണമാണ് ജ്ഞാന സങ്കീർത്തനങ്ങൾ. ജ്ഞാന സാഹിത്യ ശൈലിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഷകൾ വാക്കുകൾ കാണുമ്പോൾ മനസ്സിലാകും. കർത്തൃഭയത്തെക്കുറിച്ച് പറയുന്നു, ദുഷ്ടൻ ശിഷ്ടൻ അങ്ങനെ താരതമ്യം ചെയ്ത് സംസാരിക്കുന്നു, നടക്കേണ്ട വഴിയെക്കുറിച്ച് പറയുന്നു. ഇത്തരത്തിലുള്ള പ്രതിവാദങ്ങൾ വരുന്ന സങ്കീർത്തനങ്ങൾ ജ്ഞാന സങ്കീർത്തനങ്ങളുടെ ഗണത്തിൽപ്പെട്ടതായിരിക്കും. 1-ാം സങ്കീർത്തനം അതൊരു ജ്ഞാന സങ്കീർത്തനമാണ്. കാരണം 2 മാർഗങ്ങൾ എന്നാണ് അതിന്റെ ഹെഡിങ് തന്നെ. 17-ാം സങ്കീർത്തനം മറ്റൊന്നാണ്, 19 മറ്റൊരു ജ്ഞാന സങ്കീർത്തനമാണ്. നിഷ്കളങ്കന്റെ പ്രതിഫലമാണ് 17-ാം സങ്കീർത്തനം. അവിടെ നമ്മൾ ദൈവം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. പിന്നെ 19 എന്ന് പറയുന്നത് പ്രപഞ്ചവും നിയമവും ദൈവമഹത്വം ഉദ്ഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്തൃഭയത്തെക്കുറിച്ച് പറയുന്നു. അപ്പം ഇതെല്ലാം ജ്ഞാന സങ്കീർത്തനങ്ങളാണ്. അപ്പം സാഹിത്യ രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 ഗണത്തിൽ സങ്കീർത്തനങ്ങളെ പെടുത്താൻ പറ്റും. പൊതുവായിട്ട് 1-ാമത്തെ സ്തുതിപ്പിന്റെ കീർത്തനങ്ങൾ അല്ലെങ്കിൽ സ്തുതിപ്പുകള്, വിലാപങ്ങള്, റോയൽ കീർത്തനങ്ങള്, കൃതജ്ഞതാ കീർത്തനങ്ങള്, ജ്ഞാന സങ്കീർത്തനങ്ങള്. ഇനി ഇത് മാത്രമല്ല മറ്റു സങ്കീർത്തനങ്ങളും ഉണ്ട്. പറയുകയാണെങ്കിൽ വിജയഗീതങ്ങള്, തീർത്ഥാടന ഗീതങ്ങള്, സിയോൻ ഗീതങ്ങള്, ആരാധനാക്രമ ഗീതങ്ങള്, വിശ്വാസത്തിന്റെ ഗീതങ്ങൾ എന്നൊക്കെ പിന്നെയും നമുക്ക് സങ്കീർത്തനങ്ങൾ. എന്നാലും പ്രധാനമായിട്ടുള്ള 5 ഗണങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഈ ഹീബ്രു പദ്യരചന കർക്കശമായ നിയമങ്ങളോട് കൂടിയതല്ല. പാദങ്ങൾ, വാക്കുകൾ, മാത്രകൾ ഒക്കെ നൽകുന്ന ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് അത് അളക്കുന്നത്. 2 മുതൽ 4 വരെ മാത്രകൾ ഒരംഗത്തിലുണ്ടാകാം. 2 അതിലധികമോ പാദങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഋതം പൂർത്തിയാകുന്നതാണ് ഒരു ഖണ്ഡിക. ഇതൊക്കെ ഈ പദ്യരചനയുടെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കിനി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സങ്കീർത്തനത്തില് ഏറ്റവും വലിയൊരു സങ്കീർത്തനമുണ്ട്. അതെങ്ങനെയാണ് അത്രയും വലുതായെന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. ഹീബ്രു അക്ഷരമാല ഉപയോഗിച്ച് അക്ഷരമാലാ ക്രമത്തില് പദങ്ങൾ തുടങ്ങുന്ന പദ്യശൈലിയും ഹീബ്രു ഭാഷയിലുണ്ട്. അക്ഷരമാലാ ക്രമത്തില് പദങ്ങൾ തുടങ്ങുന്ന പദ്യശൈലി. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് പറയാവുന്ന സങ്കീർത്തനങ്ങൾ 9, 10, 25, 34 തുടങ്ങിയവയാണ്. 9, 10, 25, 34. ഇനി ഇങ്ങനെ അക്ഷരമാലാകൃതി ക്രമത്തിൽ സങ്കീർത്തനങ്ങൾ തുടങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഓർത്തിരിക്കാൻ എളുപ്പം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. എളുപ്പം ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ അക്ഷരമാല ക്രമത്തിൽ തുടങ്ങണം, നമുക്കും കുറച്ച് എളുപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അന്ന് ഇസ്രായേൽക്കാർക്ക് ഹീബ്രു അക്ഷരമാല ക്രമത്തിൽ അത് എഴുതുമ്പോൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും. മറ്റൊരു കാര്യം പറയുന്ന ഒരു മാന്ത്രിക ശക്തി ഉണ്ട് എന്നും പറയാറുണ്ട്. ഈ വിധത്തില് ഹീബ്രു അക്ഷരമാലയിൽ 22 അക്ഷരങ്ങളാണുള്ളത്. അങ്ങനെ 8 ഖണ്ഡികകളിൽ 22 അക്ഷരങ്ങൾ, ഓരോ അക്ഷരം ഉപയോഗിച്ച് 8 ഖണ്ഡികകളിൽ 176 വരികളിൽ വിരചിതമായ ഒരു തോറ കീർത്തനമാണ് 119-ാം സങ്കീർത്തനം. 22 അക്ഷരങ്ങളുണ്ട്, 8 ഖണ്ഡിക, ഓരോന്നിനും 8 എണ്ണം വെച്ച്, അങ്ങനെ 176 വരികളാകെ, ഓരോ അക്ഷരം ഉപയോഗിച്ച് 8 ഖണ്ഡിക. അപ്പൊ അങ്ങനെ 119-ാം സങ്കീർത്തനം ഉണ്ടായി. ഓരോ അക്ഷരം ഉപയോഗിച്ച് 8 ഖണ്ഡിക വീതം എഴുതി 119-ാം സങ്കീർത്തനം 176 വരികളുള്ള സങ്കീർത്തനമാണ്. അതാണ് ഏറ്റവും വലിയ സങ്കീർത്തനം. സങ്കീർത്തന ഗ്രന്ഥത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. യഹൂദരുടെയും ക്രൈസ്തവരുടെയും ജീവിതത്തിൽ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന പഴയ നിയമ ഗ്രന്ഥമാണ് സങ്കീർത്തനം. യഹൂദ വിശുദ്ധ ഗ്രന്ഥമായ തനക്കില് കെത്തൂബിം അഥവാ ലിഖിതങ്ങൾ ആരംഭിക്കുന്നത് തന്നെ സങ്കീർത്തനങ്ങളിലാണ്.
തന്നെയുമല്ല, യഹൂദ സ്ത്രീകള് കുഞ്ഞുങ്ങളെ ഉറക്കാനായി ഉപയോഗിച്ചിരുന്ന ഗീതങ്ങൾ സങ്കീർത്തനങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദൈവവും അവിടുത്തെ വത്സല മക്കളും തമ്മിലുള്ള വ്യക്തിപരമായ സംവാദങ്ങളാണ് സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളോളം പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ലെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഈ ഗ്രന്ഥത്തിന് ചില ഭീഷണികളുണ്ട്. സങ്കീർത്തനങ്ങളുടെ ഉപയോഗ പരിമിതിയുണ്ട്. സങ്കീർത്തനങ്ങൾ വേണ്ടവിധം പഠിപ്പിക്കാൻ കഴിവും സന്നദ്ധതയുമുള്ളവരുടെ അഭാവം ഇന്ന് അനുഭവിക്കുന്നുണ്ട് നമ്മൾ. അതാണ് ഈ സങ്കീർത്തന ഗ്രന്ഥത്തിന് വരുന്ന വലിയൊരു ബുദ്ധിമുട്ട്. മേയർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറയുന്നത് സങ്കീർത്തനങ്ങൾ ജീവിതത്തിലെ ഓരോ അവസ്ഥകൾക്കുമുള്ള ഉത്തരമാണെന്നാണ്. ഈ ഗീതങ്ങളെല്ലാം സൗഖ്യദായകങ്ങളാണ്. ദ സാംസ് സ്പീക്ക് ടു ദ ഹാർട്ട് ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ സാംസ് സ്പീക്ക് ടു ദ ഹാർട്ട് ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ്. എല്ലാ ദിവസവും 150 സങ്കീർത്തനങ്ങളും വായിക്കുന്ന വ്യക്തികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയോട് ഈശോ തന്നെ നേരിട്ട് പറഞ്ഞു എന്ന ഒരു സാക്ഷ്യം കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: നിനക്കെന്നെ ഒന്ന് ആരാധിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങേ ആരാധിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ആരാധന ഈ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടാണ്. അതിനകത്ത് എല്ലാം ഉണ്ട്. സ്തുതിപ്പുകളുണ്ട്, കൃതജ്ഞതയുണ്ട്, നന്ദി പ്രകടനമുണ്ട്, അതുപോലെ തന്നെ രാജാവിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ളുണ്ട്. അപ്പം നമ്മൾ സങ്കീർത്തനം കണ്ടതുപോലെ തന്നെ അപ്പം ഈശോ ആവശ്യപ്പെട്ടതാണ് ഈ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് എന്നെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ മേയർ എന്ന പണ്ഡിതനും പറയുന്നത് സാം സ്പീക്ക് ടു ദ ഹാർട്ട് ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ്. അപ്പം നമ്മൾ സങ്കീർത്തനങ്ങൾ ഈശോ ഉപയോഗിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനയിൽ കഴിവതും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതാണ്. സങ്കീർത്തനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന മറ്റൊരു വശം ഈ ഗ്രന്ഥത്തിന് പുതിയ നിയമവുമായുള്ള ബന്ധമാണ്. സങ്കീർത്തനങ്ങൾ മിശിഹായുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്കറിയാം, ഈശോ പലപ്പോഴും ഉദ്ധരിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളാണ് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ. പിശാചിനോട് പറയുമ്പോൾ പോലും ഈശോ എപ്പോഴും സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് അവനോട് ഏറ്റുമുട്ടുന്നത്. മിശിഹാ സംഭവങ്ങളുടെ മുഴുവൻ വിവരണം സങ്കീർത്തനങ്ങളിൽ അന്തർലീനമായിരിക്കുന്നു. നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാകും: പ്രഥമ വായനയിൽ സങ്കീർത്തനങ്ങളുടെ അർത്ഥം കണ്ടെത്തുക ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നാണ്. അതിന് സഹായകമാവുന്ന ഒരു കാര്യമാണ് പശ്ചാത്തലം പഠിക്കുക എന്നുള്ളത്. ഗീതങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ ലഭ്യമായിരിക്കുന്ന വിവരണങ്ങൾ മതിയാകാതെയും ആണ് ഇരിക്കുന്നത്. മൂലഗ്രന്ഥമായ ഹീബ്രു ബൈബിളിനെ ആശ്രയിച്ചുകൊണ്ട് വേണം ഈ ഗീതങ്ങളുടെ ഭാഷാശൈലി മനസ്സിലാക്കാനും കാലഘട്ടങ്ങളെ സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനും. ഇപ്പം തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ആ രീതിയിലുള്ളൊരു പഠനമാണ് നമ്മൾ ഓരോ സങ്കീർത്തനത്തെയും കുറിച്ച് നടത്തുന്നത്. സങ്കീർത്തനങ്ങളുടെ ഒരു പൊതുവായ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എടുത്ത് പറയുകയാണെങ്കിൽ 4 കാര്യങ്ങൾ പറയാൻ പറ്റും. സങ്കീർത്തനങ്ങൾ പഴയ നിയമത്തിൻ്റെ ആകമാനമായ ഒരു ചെറിയ പതിപ്പാണ്. രണ്ടാമതായിട്ട് ഇസ്രായേലിന്റെ ആധ്യാത്മിക അനുഭവത്തിന്റെ ആകത്തുകയാണ്. മൂന്നാമതായിട്ട് പഴയ നിയമത്തിലെ സുപ്രധാന ആശയങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ അവതരണമാണ്. നാലാമതായി രക്ഷാകര സംഭവങ്ങളുടെ ധ്യാനാത്മകവും അനുഷ്ഠാനപരവുമായ ആവർത്തനമാണ്. പ്രകാരം സങ്കീർത്തന ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, പഴയ നിയമ പുസ്തകമാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ഒരു വായന കൊണ്ടോ അല്ലെ നമ്മുടെ പ്രാർത്ഥനകളിൽ വന്നു പോകുന്ന സങ്കീർത്തനങ്ങളെ വായിച്ചുകൊണ്ടോ തൃപ്തരായിട്ട് കഴിയുന്നവരാണ്. കഴിവതും സങ്കീർത്തനങ്ങൾ ആലപിക്കാനും സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും പരിഹാരവും ദൈവത്തിൻ്റെ ഭരണത്തെ അംഗീകരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇനി തുടർന്നുള്ള പഠനം വിശദമായ നമ്മൾ കണ്ട സാഹിത്യ ശൈലി അനുസരിച്ചുള്ള 5 ഗണങ്ങളായിട്ട് എടുത്തുകൊണ്ട് സങ്കീർത്തനങ്ങളെ പഠിക്കുകയാണ്. ആ പഠനം എല്ലാവർക്കും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് നമുക്ക് 150 സങ്കീർത്തനങ്ങളെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ സങ്കീർത്തനങ്ങൾ നമ്മുടെ പ്രാർത്ഥനാഗ്രന്ഥമായി തീരട്ടെ. സങ്കീർത്തനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു.